നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വാങ്ങിയ കോഴക്കണക്ക് 20 കോടിയുടേതുമല്ല, 200 കോടിയുടേതുമല്ല. ദുബായിലും അമേരിക്കയിലും ഉൾപ്പെടെ എത്ര ശതകോടിയുടെ ഇടപാട് വീണയ്ക്കും അതുപോലെ തന്നെ ഭർത്താവ് റിയാസിനും പിണറായി കുടുംബത്തിനുമുണ്ട് എന്ന വിവരങ്ങളടക്കം ED ഉടൻ പുറത്താക്കും. തിരുവോണത്തിന് മുൻപ് വീണയെ മാത്രമല്ല റിയാസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനാണ് സാധ്യത. അടുത്ത ഘട്ടത്തിൽ പിണറായി വിജയനെയും ED ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഇത്തരം ചോദ്യം ചെയ്യലുകളിൽ നിന്നും ഒഴിഞ്ഞു കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നതെന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. പിണറായി കുടുംബത്തിന് എല്ലാ പിടിയും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ, ഭർത്താവ് മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവരെ മാത്രമല്ല റിയാസിന്റെ പാർട്ടിക്കാരായ കോഴിക്കോട്ടെ 10ഓളം ബിനാമികളെക്കുറിച്ച് ED തെളിവ് ശേഖരിക്കുന്നുണ്ട്. വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ അപ്പാടെ ദുരൂഹമാണെന്നും ദുബായ് കേന്ദ്രീകരിച്ച് വലിയ സംരംഭങ്ങളിൽ വീണയ്ക്ക് ബന്ധമുണ്ടെന്നും ED കണ്ടെത്തിയിരിക്കുന്നു. റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. വീണയുടെയും റിയാസിന്റെ വിവാഹം നടത്തിയതിനു പിന്നിലും ദുബായ് കേന്ദ്രീകരിച്ച് ഉന്നതരുണ്ടെന്ന് മുൻപ് തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇരുവരുടെ രണ്ടാം വിവാഹത്തിനുള്ള നടപടികൾ നടത്തിയതും ഇതേ സംഘമാണ്. വരുമാനത്തിനപ്പുറം വീണ വലിയ തോതിൽ പണം കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. കേസുമായി ബന്ധപ്പെട്ട് ഓണത്തിന് ശേഷമായിരിക്കും ED ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക. വീണയ്ക്കും മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി ED നോട്ടീസ് നൽകിയേക്കും. കേരളത്തിലും ബംഗളൂരിലുമായി ഇതിനോടകം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 27 നടത്തിയ റെയ്ഡുകളിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എഴുതി വയ്ക്കപ്പെട്ട ചില നിർണായക രേഖകൾ ED കണ്ടെത്തിയിരുന്നു. വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ രേഖാമൂലം കണ്ടെത്തിയിരുന്നു. യാതൊരു തൊഴിലും വരുമാനവും ഇല്ലാത്ത വീണയ്ക്ക് വരുമാന സ്രോതസ്സിലുപരിയായി 20 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്താൻ ആരാണ് പണം കൊടുത്തതെന്നാണ് അറിയാനുള്ളത്. 25,000 രൂപ മാസ പെൻഷനുള്ള അമ്മയുടെ പണം കൊണ്ടാണ് കച്ചവടമെന്ന ന്യായീകരണമൊന്നും ഇനി വില പോകില്ല. വിദേശത്തേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് നിലവിലെ PMLA കേസിന് പുറമെ ഫെമ കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ ചില ഹവാല ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വരുമാന സ്രോതസ്, സ്വത്ത് വിവരങ്ങൾ, അവർ ഉപയോഗിച്ച വിവിധ ഫോണുകൾ, സിമ്മുകൾ എന്നിവയും ED പരിശോധിക്കുന്നുണ്ട്. വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ കിട്ടിയിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനി എന്നാണ് രേഖകൾ ഉള്ളതെങ്കിലും ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ് EDയുടെ നിഗമനം. ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ ED മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ കഴിഞ്ഞ 15 വർഷത്തെ ബാലൻസ് ഷീറ്റുകളും മറ്റ് സാമ്പത്തിക വിവരങ്ങളും ED ശേഖരിക്കുന്നുണ്ട്. ലേക്കർ ഇന്ത്യ, സൊളാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും പരിശോധന തുടരുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ വീണയ്ക്ക് അടുത്ത ആഴ്ച നോട്ടീസ് അയക്കുമെന്നാണ് സൂചന. വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. മാസപ്പടി കേസിൽ വീണ TA കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കയ്യെഴുത്ത് രേഖകളിൽ നിന്നാണ് EDക്ക് പണമിടപാടിന്റെ നിർണായക വിവരങ്ങൾ കിട്ടിയത്. 20 കോടി രൂപയുടെ പണമിടപാട് വിവരങ്ങളാണ് വീണയുടെ കയ്യെഴുത്ത് രേഖകളിൽ നിന്നും ED കണ്ടെത്തിയത്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കുന്നത്. എവിടേക്കാണ് പണം അയച്ചത്, എങ്ങനെ പണം കിട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നത്. അതിനിടെ തല പോയാലും തുടരുമെന്നാണ് മുഹമ്മദ് റിയാസ് MLA ഇന്നലെയും ആവർത്തിച്ചത്. ഭാര്യ വീണ കോടികൾ കോഴ വാങ്ങിയതൊന്നും റിയാസിന് പ്രശ്നമല്ല എന്ന തരത്തിലാണ് നിലപാടുകൾ. അതേസമയം വീണയെ സംരക്ഷിക്കുക എന്നതാണ് DYFI ഉൾപ്പെടെ പാർട്ടികളുടെ ശ്രമം. എന്തായാലും പിണറായി കുടുംബം കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ള സംഘമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.